കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. 81 രാജ്യങ്ങളിൽ നിന്ന് 2620 അപേക്ഷകൾ. ഞാൻ ആധികാരികമായി ഒരു സിൻഡിക്കേറ്റ് മെമ്പർ എന്ന നിലയിൽ തന്നെ പറയുന്നു, 2620 വിദ്യാർത്ഥികൾ കേരള സർവകലാശാലയിലേക്ക് വിവിധ കോഴ്സുകളുടെ ഭാഗമായി അപേക്ഷിക്കുന്നു. എന്നിട്ട് അപേക്ഷകരിൽ റഷ്യ, ഫ്രാൻസ്, അതോടൊപ്പം ഇന്തോനേഷ്യ, തായ്ലൻഡ്, വിയറ്റ്നാം, മലേഷ്യ, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് നിരവധി പേർ അപേക്ഷകരായിട്ട് ഉണ്ട്. കൊമേഴ്സ്, മാനേജ്മെന്റ് തുടങ്ങിയിട്ടുള്ള ഇഷ്ടവിഷയങ്ങൾ വിദ്യാർത്ഥികളെ ഇവിടെ ആകർഷിക്കുകയാണ്. കൊളംബിയ, പെറു, USA തുടങ്ങിയ 52 രാജ്യങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ നിലവിൽ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സർവകലാശാലകളും കോളേജുകളും ഇവിടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വികസിത രാജ്യങ്ങളിൽ നിന്നുള്ള എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്? വികസിത രാജ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് നിഷ മനസ്സിലായില്ല. ലോക രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട്. അമേരിക്ക വികസിത രാജ്യമല്ലേ, മാറിയോ? ഫ്രാൻസ് വികസിത രാജ്യമല്ലേ, മാറിയോ? ഒരുപാട് രാജ്യങ്ങൾ, അമേരിക്കയും ഫ്രാൻസും. അതെ, എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ടെന്നാണ് ഞാൻ ചോദിച്ചത് താങ്കൾ. അല്ല, എനിക്ക് നിഷ കേരളത്തിലെ സർവകലാശാലകളിലേക്ക് വരുന്നുണ്ടോ എന്ന് എനിക്കൊരു അക്കാഡമിക താല്പര്യം വെച്ച് ഞാൻ ചോദിച്ചതാണ്. എത്ര പേരുണ്ട്? നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മികവിന്റെ സ്ഥാപനങ്ങളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കാത്തോണ്ടാ. ഓരോ വർഷവും കോഴ്സിന്റെ ഓരോ ട്രെൻഡാണെന്നേ. BSc ഫിസിക്സ് ആയിരിക്കും ഒരു വർഷത്തെ ട്രെൻഡ്. തൊട്ടടുത്ത വർഷം BSc ഫിസിക്സിലെ എണ്ണം കുറഞ്ഞാൽ ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോളേജുകളിലെ സ്ഥിതി എന്നാണ് BJP മനസ്സിലാക്കുന്നത്. ശ്രീ ശങ്കുട്ടിദാസ്. ഞാൻ ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ കേരള സർക്കാരിൽ നിന്ന് തന്നെ സമാഹരിച്ച, മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ കയ്യിലുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. കേരള സർവകലാശാലയിൽ ആകെ 35,821 സീറ്റുകളാണുള്ളത്. അതിൽ 13,974 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. MG സർവകലാശാലയിൽ 55,644 സീറ്റുകളാണുള്ളത്. അതിൽ 30,352 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. കാലിക്കറ്റ് സർവകലാശാലയിൽ 92,501 സീറ്റുകളാണുള്ളത്. അതിൽ 32,566 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. കണ്ണൂർ സർവകലാശാലയിൽ 23,149 സീറ്റുകളാണുള്ളത്. അതിൽ 8,660 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ ഈ 4 സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റികളിലായിട്ട് 85,552 സീറ്റുകൾ ഇത്തവണ വേക്കന്റ് ആണ്. 2024 കണക്ക് പ്രകാരമാണ് പറയുന്നത് കേട്ടോ. വേക്കന്റ് ആണ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. മറ്റൊരു കണക്ക് കൂടി ഞാൻ പറയാം. ഡൽഹി സർവകലാശാലയിൽ ആകെ 85,000 അണ്ടർ ഗ്രാജുവേറ്റ് സീറ്റുകളാണുള്ളത്. അവരുടെ 150-170 കോളേജുകളിലായിട്ട് 85,000 അണ്ടർ ഗ്രാജുവേറ്റ് സീറ്റുകളുണ്ട്. അതിലേക്ക് വന്നത് 13.5 ലക്ഷം അപേക്ഷകളാണ്. ആകെ 85,000 സീറ്റിന് 13.5 ലക്ഷം ആളുകൾ അപേക്ഷിക്കുകയാണ്. അതിൽ 55,000 അപേക്ഷകൾ വന്നത് കേരളത്തിൽ നിന്നാണ്. ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകൾ കേരളത്തിലെ സർവകലാശാലകളെ വിശ്വസിക്കുകയാണെങ്കിൽ കാലിക്കറ്റ് MG സർവകലാശാലകളിലെ സീറ്റുകളെങ്കിലും നിറയുമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 2, ഒരു കയ്യബദ്ധം നാറ്റുകരുത്. കേന്ദ്ര സർക്കാരിന്റെ കണക്ക് പ്രകാരം ഈ വർഷം 14 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇന്ത്യയിൽ നിന്ന് വിദേശ സർവകലാശാലകളിലോ കോളേജുകളിലോ പഠിക്കാൻ വേണ്ടി പോയിട്ടുള്ളത്. അതിലെ 18% ആളുകൾ കേരളത്തിൽ നിന്നാണ്. അതായത് ഏതാണ്ട് 2.5 ലക്ഷം കുട്ടികൾ കേരളത്തിൽ നിന്ന് 54 വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ വേണ്ടി പോയിക്കുകയാണ്. അന്ന് പറഞ്ഞ കണക്ക് പ്രകാരം കേരള സർവകലാശാലയിലേക്ക് പഠിക്കാൻ വേണ്ടി വന്നത് 2,183 പേരാണ്. അതായത് 2,183 പേര് ഇങ്ങോട്ട് വരികയും 2.5 ലക്ഷം പേര് പോവുകയും ചെയ്യുന്നത് സമീകരിക്കാവുന്ന ഒരു പ്രതിഭാസമല്ല. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.